ഹലോ നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ MBBSന്റെ 2024 കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിലെ ലാസ്റ്റ് സ്കോർ, അതായത് കട്ട് ഓഫ് ആയ ലാസ്റ്റ് സ്കോറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കമന്റിൽ പറഞ്ഞിരുന്നു ഇന്ന കോഴ്സുകളുടെയും കൂടെ ലാസ്റ്റ് സ്കോർ ഒന്ന് ഡിസ്കസ് ചെയ്ത് തരാമോ എന്നുള്ളത്. ലാസ്റ്റ് സ്കോർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ മോക്ക് എക്സാമിലേക്ക് നിങ്ങൾ എത്തിപ്പെടേണ്ട മാർക്ക് എത്രയാണെന്നുള്ളൊരു റിയാലിറ്റി, നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സിൽ നിങ്ങൾ എത്രത്തോളം സ്കോർ ചെയ്യണം എന്നൊരു ഐഡിയ ശരിക്കും തരാനാണ് പറയുന്നത്. അപ്പം അത് ആ ഒരു രീതിയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രം, തൃശ്ശൂർ, പത്തനംതിട്ട, പാലക്കാട്, മഞ്ചേരി, കോട്ടയം, കണ്ണൂർ, കൊല്ലം, എറണാകുളം, ആലപ്പുഴ, കോഴിക്കോട്, ഇങ്ങനെ വിവിധ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജസിലും MBBS പഠിക്കാൻ സാധിക്കും. സോ ഈ വീഡിയോയിൽ നമ്മൾ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജസിൽ കഴിഞ്ഞ വർഷം എത്ര സ്കോർ വരെയാണ്, അല്ലെങ്കിൽ ഏത് റേഞ്ച് ഓഫ് സ്കോറിലാണ് ശരിക്കും ലാസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ കട്ട് ഓഫ് വന്നത് ബേസ്ഡ് ഓൺ തേർഡ് ഫേസ് അലോട്ട്മെന്റ് ബേസിലാണ് നമ്മൾ ഈ ഡാറ്റ പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി കീം കാൻഡിഡേറ്റ് പോർട്ടൽ 2024 സെർച്ച് ചെയ്താൽ മതി. അവിടെ കൃത്യമായിട്ട് ഇതിന്റെ കോളേജസിന്റെ ഡീറ്റെയിൽസും കോഴ്സുകളുടെ ഡീറ്റെയിൽസും ലാസ്റ്റ് റാങ്ക് എന്ന കാറ്റഗറി എന്ന പോസ്റ്റിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ S എന്ന് എഴുതിയിട്ടുള്ള നിങ്ങളുടെ അലോട്ട്മെന്റ് കാറ്റഗറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേരളത്തിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെയുള്ള വിവിധ സ്ഥലങ്ങളിലായിട്ട് അത് കിടപ്പുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അൽ-അസ്ഹർ മെഡിക്കൽ കോളേജ് തൊടുപുഴ, അതേപോലെ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉണ്ട്, അസീസിയ, ബിലീവിയസ് ചർച്ച്, മൂപ്പൻസ് മെഡിക്കൽ കോളേജ്, MAS മെഡിക്കൽ കോളേജ്, അങ്ങനെ നീണ്ട് ഇവിടം വരെ ടോട്ടൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജസ് ഉണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ജനറൽ കാറ്റഗറിയിലെ ഒരു സ്കോർ ഡിസ്ട്രിബ്യൂഷൻ ഫസ്റ്റ് ഒന്ന് നോക്കാം. കഴിഞ്ഞ വർഷം ജനറൽ കാറ്റഗറിയിലെ ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് MBBS സീറ്റ് തേർഡ് ഫേസ് അലോട്ട്മെന്റ് ലഭിക്കാനായിട്ട് ഏറ്റവും കുറഞ്ഞത് ശരിക്കും വേണ്ടി വന്ന മാർക്ക് ഒരു 570 റേഞ്ച് ആയിരുന്നു. 570നും 652നും ഇടയിലാണ് ജനറൽ കാറ്റഗറിയിൽ സെൽഫ് ഫിനാൻസിംഗ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിലേക്ക് നമുക്ക് അഡ്മിഷൻ വാങ്ങാൻ ആവശ്യമായത്. അതിൽ ഏറ്റവും ആദ്യം അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന സ്കോർ വേണ്ടി വന്ന കോളേജ് എന്ന് പറയുന്നത് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് തൃശ്ശൂരാണ്. അതിനുശേഷം അമലയാണ്. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് തൃശ്ശൂർ ഉണ്ട്. അതേപോലെ തന്നെ ബിലീവേഴ്സ് ചർച്ച് ഉണ്ട്, MES മെഡിക്കൽ കോളേജ് ഉണ്ട്. സിമിലർലി ഒരു 640 റേഞ്ചിൽ വരുന്നത് മലങ്കര ഓർത്തഡോക്സ് മെഡിക്കൽ കോളേജ് കോലഞ്ചേരി ഉണ്ട്. പിന്നെ ഒരു 640 റേഞ്ച് വന്ന് പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉണ്ട്. അങ്ങനെ ഒരു റേഞ്ചിലാണ് ശരിക്കും നമ്മുടെ കോളേജസ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ് മെറിറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ 579 ജനറൽ കാറ്റഗറിയാണ് പറയുന്നത്, 650, 592, 640, 582, 642. ഒരു വാസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മൾ പ്രൈവറ്റ് ഗവൺമെന്റ് കോളേജസ് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വാസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ കാണാൻ സാധിക്കുക. 636, 652, 610, 591, 588, 645, 615, 584, 573, 643, 593, 606, 599, 624. അപ്പം ഈ പറഞ്ഞാൽ ഏകദേശം ഒരു 570 മുതൽ 652 വരെയാണ് ശരിക്കും ജനറൽ കാറ്റഗറിയിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജസിലേക്കുള്ള MBBSന്റെ തേർഡ് ഫേസ് കട്ട് ഓഫ് ആയിട്ട് കഴിഞ്ഞ വർഷം നമുക്ക് ലഭിച്ചത്. ഇത് തന്നെയാണ് നമ്മുടെ ഈഴവ കാറ്റഗറി. OBC കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാലും ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. വലിയ വ്യത്യാസങ്ങൾ ഇതിൽ എപ്പോഴും നമുക്ക് പറയാം. ഒരു 570 to 640 അല്ലെങ്കിൽ 650 എന്നുള്ള റേഞ്ചിൽ നമുക്ക് OBC കാറ്റഗറീസിന്റെ കാര്യം പറയാം. സിമിലർലി നമ്മൾ EWS കാറ്റഗറിയിൽ വന്നാൽ EWS കാറ്റഗറി വെച്ച് ഉള്ള കോളേജസ് വളരെ കുറവാണ്. EWS റിസർവേഷൻ ഉള്ള പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് മെഡിക്കൽ കോളേജസ് കുറവാണ്. ഇത്രയും കോളേജസുകൾ നിങ്ങൾ റൈറ്റ് എൻഡിൽ കാണുന്നതാണ്. അവിടുത്തെ സ്കോറുകൾ നോക്കിയാൽ നമുക്ക് ജസ്റ്റ് പറയാം. 493 വന്നിട്ടുണ്ട്. 493 EWS കാറ്റഗറിയിൽ ഡോക്ടർ മൂപ്പൻസ് കോളേജിലേക്ക് വന്നിട്ടുണ്ട് 493 കട്ട് ഓഫ്. പിന്നെ വന്നിട്ടുള്ളത് 605 ആണ്. 528 വന്നിട്ടുണ്ട്, 571 വന്നിട്ടുണ്ട്, 494 വന്നിട്ടുണ്ട്, 526, 562. ഇതാണ് റേഞ്ച്. അപ്പൊ ഒരു 490നും അതേപോലെ ഒരു 590നും ഇടയിലുള്ള റേഞ്ച്, അല്ലെങ്കിൽ ഒരു 600 വരെയുള്ള റേഞ്ചിലാണ് അവിടെ EWS കാറ്റഗറി റിസർവേഷൻ ഉള്ള സ്ഥലങ്ങളിൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ആൻഡ് ഫൈനലി SC കാറ്റഗറിയാണ്. SC കാറ്റഗറിയും EWSന്റെ ഒരു റേഞ്ച് തന്നെയാണ് പിടിച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും, ഒരു 497 സ്റ്റാർട്ട് ചെയ്ത് വിത്തിൻ എ റേഞ്ച് ഓഫ് അപ് ടു ഒരു 550 അല്ലെങ്കിൽ 540 വരെ മാക്സിമം എന്നുള്ള രീതിയിലാണ് ശരിക്കും അവിടെ വന്നിട്ടുള്ളത് SC കാറ്റഗറി സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതാണ് ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് മെഡിക്കൽ കോളേജസിലേക്ക് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. നമ്മൾ ഗവൺമെന്റ് ഓൾറെഡി പറഞ്ഞതായിരുന്നു, ഗവൺമെന്റിന്റെ പോലെ തന്നെ ഒരുപാട് കുട്ടികൾ MBBS സെൽഫ് ഫിനാൻസിംഗിന് ഓപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങളുടെ ഏതാണോ നിങ്ങൾക്ക് ചൂസബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആഗ്രഹം, അതനുസരിച്ച് നിങ്ങളുടെ കോഴ്സ് ഏതാണോ അതനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം.
അടുത്ത വീഡിയോയിൽ നമുക്ക് അഗ്രികൾച്ചർ വെറ്റിനറി കോഴ്സുകളിലേക്കുള്ള കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്നും നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻസിനെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ മാറ്റണമെന്ന് നമുക്ക് കാണാം. സോ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.